എല്ലാവർക്കും നമസ്കാരം. വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ ആഴ്ചയിലും ചെയ്തു വരുന്ന നക്ഷത്ര ഫലങ്ങളുടെ വീഡിയോ എല്ലാ ഞായറാഴ്ചകളിലുമായിരുന്നു നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നലെ തിരക്ക് കാരണം നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പം ഈ ഒരാഴ്ച അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തികക്കാരിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ പൊതുവെ ഈ ഒരാഴ്ചക്കാലം വളരെ നന്നായിട്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കണം. വീഴ്ച പതനവി ഉണ്ടാകുന്നതിനും ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാഹന അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാനും ഈ ഒരാഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാനും കൂടി ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മത്സര പരീക്ഷകളൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തുവെക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഉണ്ടാവും. ഈ നക്ഷത്രക്കാരുടെ ദോഷശാന്തിക്കായിട്ട് ഇവർ സമീപത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി, ജലധാര, പിൻവിളക്ക് ഇവ നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കാർത്തികമുക്കാനും രോഹിണിയും മകരത്തരവും ഉൾപ്പെട്ട ഇടവക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായ ഫലങ്ങളായിരിക്കും. എന്നാലും ഈ നക്ഷത്രത്തിൽ രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ദാമ്പത്തിക ജീവിതത്തിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങളും വന്നു ചേരാം. സ്ത്രീ പുരുഷന്മാർ, ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ മറ്റു ബന്ധങ്ങളിൽ പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ ജീവിതത്തിനെയും നമ്മുടെ മാനസികമായിട്ടുള്ള ക്ലേശങ്ങൾക്കും കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. സാമ്പത്തിക കാര്യങ്ങൾ പൊതുവെ മെച്ചപ്പെട്ടു വരുന്നതിനുള്ള സാഹചര്യം കാണും. എന്നിരുന്നാൽ തന്നെയും പലവിധത്തിലുള്ള മനോവ്യാധികളൊക്കെ നമ്മൾ നന്നായിട്ട് അലട്ടുന്നതായിട്ടുള്ള സാഹചര്യവും ഈ ഒരാഴ്ചക്കാലം കാണിക്കും. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ആലോചിച്ച് ദുഃഖിക്കേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേർന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇവർ ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട്, അതിൽ പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രക്കാർ വളരെ ആലോചിച്ച് ചിന്തിച്ചതിന് മാത്രം ശേഷം പ്രവൃത്തികൾ ചെയ്യുക. മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്തും നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം കൊണ്ടുള്ള സംസാരങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും മാറ്റിവെക്കാനായിട്ട് ഈ നക്ഷത്രക്കാർ ശ്രമിക്കേണ്ടതാണ്. ഇവരുടെ ദോഷശാന്തിക്കായി സമീപത്തുള്ള നവഗ്രഹ സ്ഥാനത്ത് ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ചന്ദ്രഗ്രഹത്തിന് വിശേഷിച്ച് അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. മകരത്തിരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാൽ ഉൾപ്പെട്ട മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് പരീക്ഷാ വിജയങ്ങളൊക്കെ കൈവരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഗുണപരമായിരിക്കും. കുടുംബജീവിതം സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം വന്നു ചേരും. ലോണുകളൊക്കെ പാസ്സായി കിട്ടുന്നതിനുള്ള സാഹചര്യവും ഈ നക്ഷത്രക്കാർക്ക് പറയാവുന്നതാണ്. പുണർദത്തിക്കാലം പൂയവും ആയില്യം ഉൾപ്പെട്ട കർക്കിടക കൂറുകാരെ ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ പരീക്ഷയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മടി ആലസ്യതയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരീക്ഷ വിജയത്തിന് വേണ്ടിയിട്ട് നന്നായി പ്രയത്നിക്കേണ്ടതാണ്. പലപ്പോഴും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പറയാം. അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷകളിൽ SSLC +2 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ഈ നക്ഷത്രത്തിൽപ്പെട്ടവരെ സമീപത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ജയദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക. സരസ്വതി ദേവിക്ക് സാരസ്വത സൂക്ത മന്ത്ര അർച്ചന നടത്തുക. ശിവക്ഷേത്രത്തിൽ മേധാസൂക്തത്താൽ അർച്ചന നടത്തുക. ഈ വഴിപാടുകളിൽ ഏതെങ്കിലും ഒന്ന് നടത്തി വിശേഷിച്ച് പ്രാർത്ഥിക്കുന്നത് വിദ്യാവിജയം നേടാനും വിദ്യയോടുള്ള പേടി മാറാനൊക്കെ നമുക്ക് ഉപകരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട അന്യദേശത്ത് ജോലി ചെയ്യുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽപരമായിട്ടുള്ള സ്ഥാനമാറ്റങ്ങൾക്കൊക്കെ ഇട നൽകുന്നതുകൊണ്ടും സ്ഥാനഭ്രംശത്തിന് ഇട നൽകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ കാണിക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി ചൊവ്വാഴ്ച ദിവസം രക്തപുഷ്പാഞ്ജലിയും കുരുതിയും നടത്തി പ്രാർത്ഥിക്കുക. മകം, പൂരം, ഉത്രത്തിക്കാൽ ഉൾപ്പെട്ട ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരാഴ്ചക്കാലം പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാൻ പോകുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിയാവുന്നതും ധനം ചിലവാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൃഹങ്ങളൊക്കെ മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ഏറെ നാളായി നമ്മൾ പ്രതീക്ഷയോട് കൊണ്ടു നടക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പറയാവുന്നതാണ്. സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ധനങ്ങളൊക്കെ നമ്മുടെ ക്ലേശങ്ങളെ മാറ്റാനായിട്ട് ഉപകരിക്കും. എന്നാലും സാമ്പത്തിക ബാധ്യതയോർത്തുള്ള വ്യാകുലത കൂടി നിൽക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഒരാഴ്ചക്കാലം. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ദേവീക്ഷേത്രത്തിൽ ശ്രീസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും
ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസ നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്തരത്തെ മുക്കാലും അത്തവും ചിത്തിരത്തിരയും ഉൾപ്പെട്ട കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ നക്ഷത്രത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വിദ്യയുടെ കാര്യത്തിലുള്ള മടികളൊക്കെ മാറുന്നതിനും വിദ്യയ്ക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതിനുള്ള മനസ്സുകളൊക്കെ ചിന്തിക്കുന്നതിനും കാര്യങ്ങളിലൊക്കെ കാര്യം സാധിക്കുന്നതിനൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തെ വിദ്യാർത്ഥികൾ കഴിയാവുന്നതും പ്രയോജനപ്പെടുത്തുക. മനസ്സിൽ പഠിക്കണം എന്നൊരു ചിന്ത നമുക്ക് കയറി വരുന്നതിനുള്ള ഒരു സാഹചര്യമെന്നാണ് ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് പറയുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ അതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗൃഹാന്തരീക്ഷം ഈ നക്ഷത്രക്കാർക്ക് ദാമ്പത്തികത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൃഹാന്തരീക്ഷം സമാധാനപൂർണ്ണമായിരിക്കും എങ്കിൽ തന്നെയും പലപ്പോഴും വീട് വിട്ടു പോകേണ്ടതായ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. അതിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നെഗറ്റീവ് ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായ ഒരാഴ്ചക്കാലമാണ്. ഇവരെ സംബന്ധിച്ച് ദോഷശാന്തിക്കായിട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ചിത്തിരത്തിരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരാഴ്ചക്കാലം പൊതുവെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധീകരിച്ചെടുക്കുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറി സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതിനും അവർക്ക് അർഹതപ്പെട്ട അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. എന്നിരുന്നാൽ പോലും ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വാഹന അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഗൃഹ അന്തരീക്ഷം പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും. സ്വകാര്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഏറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഇവരെ സംബന്ധിച്ച് കൂടുതൽ ഗുണഫലത്തിനായി ഗണപതി ഭഗവാന്റെ തൊഴുത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. വിഷാദിക്കാലും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെട്ട വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായ ഫലങ്ങളാണ്. ഏറെ മനസ്സന്തോഷങ്ങൾ ഉണ്ട സാഹചര്യമാണെങ്കിൽ പോലും പലപ്പോഴും മനോക്ലേശങ്ങൾക്കുള്ള സാഹചര്യങ്ങളും കൂടി സംജാതമാകുന്നത് ജീവിതത്തിൽ അശുഭങ്ങളൊക്കെ മാറി മാറി അനുഭവയോഗ്യമാകുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അന്യദേശത്ത് ജോലികളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ടതാണ്. ജോലി നഷ്ടപ്പെടുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലത്ത് സംജാതമായേക്കാം. അതുപോലെ തന്നെ കുടുംബാന്തരീക്ഷം പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും. ഗൃഹനിർമ്മാണത്തിനോ ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. ഭക്ഷണകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം നിമിത്തം വരുന്നതായ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം അലട്ടിയെന്ന് വന്നേക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരന്മാരൊക്കെ ആയിട്ട് കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാനും പെട്ടെന്ന് വരുന്നതായ ദേഷ്യത്തെ നിയന്ത്രിക്കാനും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് ദോഷശാന്തിക്കും ജീവിതത്തിൻ്റെ പുരോഗതിക്കും വേണ്ടിയിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മൂലം പൂരാടം ഉത്രാടത്തിക്കാലം ഉൾപ്പെട്ട ധനക്കൂറുകാരെ സംബന്ധിച്ച് ഏറെ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരാഴ്ചക്കാലമാണ് ഈ വരാൻ പോകുന്നത്. വാഹന ഗൃഹയോഗങ്ങളൊക്കെ പറയാം. ഏറെ നാളായി നിലനിന്ന കേസുകളും തർക്കങ്ങളൊക്കെ മാറി നമുക്ക് അനുകൂലമാകുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. പൊതുവെ മനസ്സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാവുന്ന സാഹചര്യം തന്നെയാണ് വരാൻ പോകുന്നത്. സാമ്പത്തിക കാര്യങ്ങളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങുന്നതിനുള്ള വഴികളും തെളിഞ്ഞു വരുന്നതിനുള്ള സാഹചര്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചക്കാലം പറയുന്നുണ്ട്. ഇവരുടെ കൂടുതൽ ഗുണഫലത്തിനായി ദേവീക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ഉൾപ്പെട്ട മകരക്കൂറുകാരെ സംബന്ധിച്ച് 6-ാം ഭാവത്ത് വ്യാഴം നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ടും 2-ാം ഭാവത്തിലേക്ക് പാപഗ്രഹങ്ങൾ നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ടും ഇവർ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള ധനനഷ്ടം വരാതിരിക്കാനും ഋണബാധ്യത കൂടാതിരിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദരസംബന്ധമായിട്ട് വരുന്നതോ ശിരോസംബന്ധമായിട്ട് വരുന്നതായ രോഗപ്രശ്നങ്ങളൊക്കെ അലട്ടുന്നതിനുള്ള സാഹചര്യങ്ങളും ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സാമ്പത്തികപരമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും നമുക്ക് പലവിധത്തിലുള്ള പ്രയാസങ്ങൾക്കും കാരണമായേക്കാം. രോഗവ്യാധികളും നമുക്ക് തൊഴിലിനെ പോലും ബാധിക്കേണ്ട സാഹചര്യം വന്നു ചേരാം. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യത്തിൽ വൈദ്യസഹായം തേടാനായിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. എത്ര നിസ്സാരമാണെന്ന് കാണുന്ന അസുഖം പോലും വൈദ്യസഹായം
കൂടാതെ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് തന്നെ വൈദ്യസഹായം തേടുന്നതിനും കൂടി ശ്രമിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഇവരുടെ ദോഷശാന്തിക്കായി ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതിക്കാലും ഉൾപ്പെട്ട കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന സാഹചര്യമാണ്. ഗൃഹാന്തരീക്ഷം പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും. സന്താനങ്ങളൊക്കെ ആയിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം സംജാതമാകും. പൂർവിക സ്വത്തിനെ അനുഭവിക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹന ഗൃഹയോഗങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് പറയുന്നത് അവർക്ക് ഏറ്റവും ഉത്തമമായി തന്നെ അനുഭവത്തിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏറെ നാളായിട്ട് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന കാര്യങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളുടെ മറുപടികൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ നമുക്ക് അനുഭവയോഗ്യമായി തീരുന്നതും ഏറെ മനസ്സന്തോഷം നൽകുന്നതാണ്. ഏറെ നാളെ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന രോഗാദി ക്ലേശങ്ങളൊക്കെ നീങ്ങി ആരോഗ്യത്തോടുകൂടി കഴിയുന്നതിനുള്ള സാഹചര്യവും ഈ നക്ഷത്രക്കാർക്ക് പറയാം. പൂരുരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെട്ട മീനക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനിയുടെ സമയമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പലപ്പോഴും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ നന്നായിട്ട് അനുഭവത്തിൽ വന്നേക്കാം. മറ്റുള്ളവരോട് കടം മേടിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം സംജാതമാകും. അത് വളരെ വലിയ ബാധ്യതയാവാതിരിക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആവശ്യത്തിന് മാത്രം ധനം ചെലവഴിക്കുക. ആർഭാടത്തിന് വേണ്ടി ധനം ചെലവഴിക്കാതിരിക്കാനായിട്ട് ഈ നക്ഷത്രക്കാർ ഈ ഒരാഴ്ചക്കാലം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ കാണിക്കുന്ന ആർഭാടങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി തന്നേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഏറെ നാളായി നമ്മുടെ സമീപവാസികളൊക്കെ ആയിട്ടുണ്ടായിരുന്ന കലഹങ്ങളൊക്കെ മാറി ഐക്യതയിലുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ പറയാം. സഹോദരങ്ങളുമായിട്ട് പിണങ്ങിക്കഴിയുന്നവർക്കൊക്കെ അതൊക്കെ മാറി അനുകൂലത്തിലാകുന്നതിനുള്ള സാഹചര്യവും ഈ നക്ഷത്രക്കാർക്ക് കാണിക്കുന്നുണ്ട്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി വിനായക മന്ത്രത്തെ ഗണപതി ഹോമം നടത്തുന്നതും ഗണപതി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. എല്ലാ നക്ഷത്രക്കാർക്കും ശുഭഫലത്തെ നേർന്നുകൊണ്ട് മത്സര പരീക്ഷകളൊക്കെ തയ്യാറെടുക്കുന്ന ഇല്ലെങ്കിൽ SSLC +2 ഒക്കെ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കൊക്കെ വിദ്യാവിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അവരുടെ വിദ്യാവിജയത്തിന് വേണ്ടിയിട്ട് രക്ഷകർത്താക്കൾ സമീപത്തുള്ള ദേവീക്ഷേത്രത്തിൽ പരീക്ഷാ ദിവസങ്ങളിൽ ജയദുർഗാ മന്ത്രം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ മേധാ ദക്ഷിണാമൂർത്തി മന്ത്രപുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.